മജ്ജുമ നികായ 28 മഹാഹത്യപതോപമ സുത്ത്. ആനയുടെ കാലിൻ്റെ അടയാളത്തെ ഉപമിച്ചുള്ള മഹാസുത്ത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ആയുഷ്മാൻ സാരിപുത്രൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: ഭിക്ഷുമിത്രങ്ങളെ, മിത്രമേ പറഞ്ഞാലും എന്ന് പറഞ്ഞ് ആ ഭിക്ഷുകൾ ആയുഷ്മാൻ സാരിപുത്രന് പ്രത്യുത്തരം കൊടുത്തു. സാരിപുത്രൻ ഇങ്ങനെ പറഞ്ഞു: നടക്കുന്ന എല്ലാ ജീവികളുടെയും പാദത്തിൻ്റെ അടയാളം ആനയുടെ പാദത്തിൻ്റെ അടയാളത്തിൽ അടങ്ങുന്നതാണ്. എന്തെന്നാൽ ആനയുടെ പാദത്തിൻ്റെ അടയാളം ഏറ്റവും വലുതാണ്. മിത്രങ്ങളെ, അതുപോലെ തന്നെ ഏതൊരു കുശലധർമ്മങ്ങളുണ്ടോ അല്ലെങ്കിൽ പുണ്യധർമ്മങ്ങളുണ്ടോ അതെല്ലാം 4 ആര്യസത്യത്തിൽ അടങ്ങുന്നതാണ്. ആ 4 ആര്യസത്യങ്ങൾ ഏതൊക്കെയാണ്? ദുഃഖ ആര്യസത്യം, ദുഃഖസമുദയ ആര്യസത്യം, ദുഃഖനിരോധ ആര്യസത്യം, ദുഃഖനിരോധഗമനി പടിപത ആര്യസത്യം. ഇവിടെ ആര്യ എന്ന വാക്കിൻ്റെ അർത്ഥം മുക്തനായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ്. ഭിക്ഷുക്കളെ, ദുഃഖ ആര്യസത്യം എന്താണ്? ജന്മം ദുഃഖമാണ്, വാർദ്ധക്യം ദുഃഖമാണ്, മരണം ദുഃഖമാണ്, ശോക പരിദേവ ദുഃഖ ദോമനസ് ഉപായാസം ദുഃഖമാണ്, ഏതൊന്ന് ആഗ്രഹിച്ച് ലഭിക്കുന്നില്ലയോ അത് ദുഃഖമാണ്. സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ 5 ഉപാദാന സ്കന്ധങ്ങൾ തന്നെയാണ് ദുഃഖം. മിത്രങ്ങളെ, ഏതാണ് ഈ 5 ഉപാദാന സ്കന്ധങ്ങൾ? ഉപാദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ആസക്തി, ക്ലിങ്ങിങ്, അതൊക്കെയാണ് ഉപാദാനത്തിൻ്റെ അർത്ഥം. ഗ്രാസ്പിംഗ്, അത് തൻ്റേതെന്ന് കരുതുക. മിത്രമേ, എന്താണ് ഈ 5 ഉപാദാന സ്കന്ധങ്ങൾ? അവ ഇങ്ങനെയാണ്: രൂപ ഉപാദാന സ്കന്ധം, വേദന ഉപാദാന സ്കന്ധം, സംജ്ഞ ഉപാദാന സ്കന്ധം, സംഖാര ഉപാദാന സ്കന്ധം, വിജ്ഞാന ഉപാദാന സ്കന്ധം. ഖന്ധം എന്നത് പാലി വാക്കാണ്. സ്കന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതമായി. ഇവിടെ 5 ഉപാദാന സ്കന്ധങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് രൂപം അല്ലെങ്കിൽ നമ്മുടെ ശരീരം, അതിൻ്റെ നമുക്ക് രൂപം എന്ന് വിളിക്കാം. ഇത് ഒരു ഉപാദാന സ്കന്ധം. ബാക്കിയുള്ളത് 4 മനസ്സിൻ്റെ ഉപാദാന സ്കന്ധമാണ്. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം, സുഖവും ദുഃഖവുമായിട്ടുള്ള അനുഭവം. സംഖ്യ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ തിരിച്ചറിയുന്നു, നല്ലതാണോ ചീത്തയാണോ എങ്ങനെയുള്ളതാണ്, അതാണ് സംഖ്യ എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊന്ന് ഉള്ളിൽ കൂട്ടിവെച്ചിട്ടുണ്ടോ അതാണ് സംസ്കാരം. വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്. അപ്പോൾ ഈ ശരീരവും അതേപോലെ തന്നെ മനസ്സിൻ്റെ ഈ 4 ഭാഗങ്ങളും കൂടിച്ചേർന്നതാണ് 5 ഉപാദാന സ്കന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇവയിലാണ് നമ്മൾക്ക് ആസക്തി. ഇവയിലുള്ള ആസക്തി വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുക്തരായി. അപ്പോൾ ബന്ധനം എന്ന് പറയുന്നത് ഈ 5 ഉപാദാന സ്കന്ധങ്ങളോടുള്ള നമ്മളുടെ ആസക്തി, ഇത് എൻ്റെയാണ്, ഇത് ഞാനാണ് എന്ന ആ മിഥ്യാബോധം. വിമുക്തി എന്ന് പറയുകയാണെങ്കിൽ ആ മിഥ്യാബോധത്തെ ഇല്ലാതാക്കി ഇതൊന്നും ഞാനല്ല, എൻ്റെയല്ല എന്നുള്ള ആ ശരിയായിട്ടുള്ള അറിവ്, അനുഭവിച്ച അറിവ്, പുസ്തകം വായിച്ചിട്ടുള്ള അറിവല്ല, അനുഭവിച്ച അറിവ്, അതാണ് നമ്മൾക്ക് വേണ്ടത്. മിത്രങ്ങളെ, ഏതാണ് ഈ രൂപ ഉപാദാന സ്കന്ധം? 4 മഹാഭൂതങ്ങളും അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഉപാദായ രൂപവും. ഇവിടെ 4 മഹാഭൂതങ്ങൾ പറഞ്ഞു. ഒന്ന് ഭൂമി, ജലം, അഗ്നി, വായു. ഈ 4 മഹാഭൂതങ്ങളും അതിൻ്റെ ഗുണധർമ്മങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ചെറിയ വസ്തുവായി, അതിനെയാണ് അഷ്ടകലാപം എന്ന് പറയുന്നത്. ഈ ഓരോ അഷ്ടകലാപവും അതിശീഘ്രം ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്നു. 2 അഷ്ടകലാപങ്ങൾക്ക് ഇടയിലുള്ള ആ സ്ഥലത്തെയാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള രൂപം, അതായത് നമ്മുടെ ഈ ശരീരം, അതിനെയാണ് ഉപാദായ രൂപം എന്ന് പറയുന്നത്. അഭിധമ്മിയിൽ അനേകം ഉപാദായ രൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 4 മഹാഭൂതങ്ങൾ ഏതൊക്കെയാണ്? പദവീധാതു അല്ലെങ്കിൽ ഭൂമിധാതു, ആപോധാതു അല്ലെങ്കിൽ ജലധാതു, തേജോധാതു അല്ലെങ്കിൽ അഗ്നിധാതു, വായോധാതു അല്ലെങ്കിൽ വായുധാതു. മിത്രങ്ങളെ, എന്താണ് ഈ പദവീധാതു അല്ലെങ്കിൽ ഭൂമിധാതു, പൃഥ്വിധാതു? ഈ പദവീധാതു ഉള്ളിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ വെളിയിലുള്ളതായിരിക്കാം. നമ്മളുടെ ഉള്ളിലുള്ള പദവീധാതു ഏതൊക്കെയാണ്? ഏതൊന്നിന് കഠിനത ഉണ്ടോ, ഏതൊന്ന് ഖരമാണോ,
ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഏതെല്ലാം അത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടോ അതെല്ലാം പൃഥ്വീധാതു അല്ലെങ്കിൽ ഭൂമിധാതുവാണ്. തലയിലെ രോമം, ശരീരത്തിലെ രോമം, നഖങ്ങൾ, പല്ല്, ത്വക്ക്, മാംസം, സ്നായു, അസ്ഥി, അസ്ഥിമജ്ജ, കിഡ്നി, ഹാർട്ട്, ലിവർ, ഡയഫ്രാം, സ്പ്ലീൻ, ലങ്സ്, ചെറുകുടൽ, വൻകുടൽ, ദഹിക്കാത്ത ഭക്ഷണം, മലം. ഇതുപോലെ ഏതൊന്ന് ഖരസ്വഭാവമുള്ളതാണോ ഉറച്ചതാണോ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ സാധനം എല്ലാം പൃഥ്വിധാതു ഉള്ളതാണ്. നേരത്തെ നമ്മൾ 32 അശുഭ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. ഉള്ളിലുള്ള 32 അശുഭങ്ങൾ, അതിലെ ഭൂമി ധാതുവിൻ്റെ സ്വഭാവം കാണിക്കുന്ന കാര്യങ്ങളാണ് ഇത്ര സമയം പറഞ്ഞത്. ഇതാണ് ഉള്ളിലെ പൃഥ്വി ധാതു. ഉള്ളിലുള്ള ഭൂമി ധാതുവും അതേപോലെ തന്നെ വെളിയിലുള്ള ഭൂമി ധാതുവും രണ്ടിനും വ്യത്യാസമില്ല, രണ്ടും ഭൂമി ധാതു തന്നെ ആണ്. ഇതിനെ ശരിയായ അർത്ഥത്തിൽ ശരിയായ പ്രജ്ഞയോടുകൂടി ഇങ്ങനെ മനസ്സിലാക്കണം: ഇത് എൻ്റെയല്ല, ഞാൻ ഇതല്ല, ഇത് ഞാനല്ല. ഞാൻ മേസോ അത്താതി, ഇത് ഞാനല്ല, എൻ്റെ ആത്മാവല്ല. ഇവിടെ അത്ത എന്ന വാക്കിന് ഞാൻ എന്നാണ് അർത്ഥം. ഇതേ വാക്കിന് ആത്മാവ് എന്ന ഒരു അർത്ഥവുമുണ്ട്. എന്നാൽ ബുദ്ധൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആത്മാവിനെക്കുറിച്ച് എങ്ങും പറയുന്നില്ല. ഇതിനെ പ്രജ്ഞയോടുകൂടി അറിയണം എന്ന് പറയുമ്പോൾ ധ്യാനിച്ച് ഇതിനെ മനസ്സിലാക്കണം. ഇതിൻ്റെ അനിത്യ സ്വഭാവം മനസ്സിലാക്കാനാണ് പറയുന്നത്. എന്നാൽ ഈ കാര്യത്തെ വായിച്ചറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടോ വലിയ ഉപകാരമൊന്നുമില്ല. ഇതിനെ അനുഭവിച്ചിട്ടാണ് അറിയേണ്ടത്. ഇങ്ങനെ യഥാർത്ഥ പ്രജ്ഞയോടുകൂടി നിങ്ങൾ ഈ പൃഥ്വിധാതുവിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോടുള്ള ആസക്തി ഇല്ലാതാവുന്നു. അപ്പോൾ ചിത്തത്തിന് പൃഥ്വിധാതുവിനോടുള്ള ആ രാഗം ഇല്ലാതാവുന്നു. ഒരു സമയം വരും, ആ സമയത്ത് പുറത്തുള്ള ഈ ആപോധാതു, ജലധാതു കുപിതമായിട്ട് തീരും. അതായത് പ്രളയത്തിൻ്റെ കാര്യമാണ് ഭഗവാൻ ബുദ്ധൻ പറയുന്നത്. ഭഗവാൻ 3 തരത്തിൽ ഭൂമി നഷ്ടമാകും എന്ന് പറയാറുണ്ട്. 1 അഗ്നിയാൽ, 2 ജലത്താൽ, 3 കാറ്റിനാൽ. അങ്ങനെ പുറത്തുള്ള ജലം കുപിതമാകുന്ന സമയത്ത് ഭൂമിധാതു അപ്രത്യക്ഷമാകുന്നു. മുഴുവൻ ജലം വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഭൂമിധാതുവിനെ കാണാൻ സാധിക്കില്ല. അതിനാലാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ വളരെ കാലത്തിന് ശേഷം ഈ ഭൂമിധാതു അനിത്യമാണ്, ഇല്ലാതാകുന്നതാണ്, അപ്രത്യക്ഷമാകുന്നതാണ്, നശിക്കുന്നതാണ് എന്ന് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഈ നശ്വരമായിട്ടുള്ള ശരീരത്തിൽ നമ്മൾ എന്തിനാണ് ആസക്തരാകുന്നത്? അതായത് ഭൂമി തന്നെ ഒരു സമയത്ത് നശിച്ചു പോകും, പിന്നെയാണോ ഈ നശ്വരമായിട്ടുള്ള ശരീരം എന്നാണ് ചോദിക്കുന്നത്. കൽപ്പത്തിൻ്റെ അവസാനം ഭൂമി നഷ്ടമാകും. അതിനാൽ എന്തിനാണ് ഈ ശരീരത്തിനോട് ഞാൻ തൃഷ്ണ വയ്ക്കുന്നത്? ഇതിനെ ഞാൻ, എൻ്റെ, ഞാനാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം ഇതൊന്നും തന്നെ അല്ല എന്ന് നമ്മൾ വിചാരിക്കണം. ഈ കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കുറച്ച് വരികളും ഓർത്തു വയ്ക്കുക. അവ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. അതിനാൽ ഞാൻ അതിനെ വീണ്ടും ആവർത്തിക്കില്ല. മറ്റുള്ളവർ ഈ ഭിക്ഷുവിനെ ചീത്ത പറയുകയാണ്, ആക്രമിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, കഷ്ടം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ കരുതുന്നു: കാതിൻ്റെ സ്പർശത്താൽ ഈ ദുഃഖകരമായിട്ടുള്ള സംവേദനകൾ എന്നിൽ ഉണർന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് കാത്, അതിൻ്റെ വിഷയമായിട്ടുള്ള അവരുടെ ആ ചീത്ത വാക്കുകൾ, അത് രണ്ടും കൂടി സ്പർശമായി കഴിഞ്ഞപ്പോഴാണ് ആ സ്പർശത്താൽ വേദന ഉണ്ടായത്. അത് ദുഃഖവേദനയായിരുന്നു. സാച കോ പഠിച്ച നോ അപഠിച്ച, ഇത് ആശ്രിതമാണോ അതോ അനാശ്രിതമാണോ? അതായത് ഡിപ്പെൻഡൻ്റ് ആണോ നോട്ട് ഡിപ്പെൻഡൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഏതിൽ ആശ്രിതമാണ്? സ്പർശത്തിൽ ആശ്രിതമാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് കാതുണ്ട്. അപ്പോൾ വെളിയിൽ ഒരാൾ ചീത്ത പറഞ്ഞു. അപ്പോൾ കാതിൻ്റെ വിഷയം ശബ്ദമാണ്. അപ്പോൾ നമ്മളുടെ കാതും ആ വിഷയവുമായിട്ട് സ്പർശം ഉണ്ടായി. സ്പർശം ഉണ്ടായ സമയത്താണ് നമ്മൾ അതിനെ അറിയുന്നത്. അപ്പോൾ അവർ ആ സ്പർശം, വേദന, സംജ്ഞ, സംഘാരം, വിജ്ഞാനം എല്ലാം അനിത്യമാണ് എന്ന് അറിയുന്നു. അല്ലെങ്കിൽ അവർ അനിത്യമാണ് എന്ന് കാണുന്നു. എങ്ങനെയാണ് കാണുന്നത്? സാധന ചെയ്തിട്ടാണ് കാണുന്നത്.
കാരണം ഈ കാര്യങ്ങളെല്ലാം വെറും തരംഗമാണെന്നും ഉൽപ്പാദം അതേപോലെ തന്നെ നഷ്ടം ആകുന്ന കാര്യങ്ങളാണെന്നും ആ വ്യക്തി സാധന മൂലം അറിഞ്ഞു, ധ്യാനം മൂലം അറിഞ്ഞു. അതുകൊണ്ടാണ് ഇതെല്ലാം അനിത്യമാണ് എന്ന് പറയുന്നത്. ആ ധാതുവിനെ കൊണ്ട് മാത്രം അവരുടെ മനസ്സ് സുരക്ഷിതമായിരിക്കുന്നു, ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കുന്നു, സ്ഥിരമാകുന്നു, കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. അതായത് ആ ധർമ്മം അനിത്യമാണ് എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് അവിടെ സ്ഥിരമായത്. മറ്റുള്ളവർ ആ ഭിക്ഷുവിനോട് ഇഷ്ടമില്ലാതെ, ദേഷ്യത്തോടെ, വെറുപ്പോടെ അവരോട് പെരുമാറാം. ഒരു പക്ഷേ ആ ഭിക്ഷുവിനെ മുഷ്ടി കൊണ്ടോ കല്ലുകൊണ്ടോ വടികൊണ്ടോ വാളുകൊണ്ടോ ആക്രമിച്ചു എന്നും വരാം. ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ ശരീരം അങ്ങനെയുള്ളതാണ്, ഇതിൽ മുഷ്ടിയും അതേപോലെ തന്നെ കല്ലും വടിയും വാളും ഇതിനെ ആക്രമിക്കും. എന്നാൽ ഭഗവാൻ അരക്കവാളിൻ്റെ ഉപദേശത്താൽ കാകചുപമ എന്ന സൂത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും നീചനും ദുഷ്ടനുമായിട്ടുള്ള ഒരു കൊള്ളക്കാരൻ നിങ്ങളുടെ 2 കാലിനെയും അറക്കവാൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുകയാണെങ്കിൽ പോലും അതുമൂലം നിങ്ങൾക്ക് ആ കൊള്ളക്കാരനോട് അല്പം പോലും ദ്വേഷചിന്ത പാടില്ല. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ദ്വേഷചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല, നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നില്ല. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ വിചാരിക്കണം, ഞാൻ എൻ്റെ വീര്യത്തെ കൂട്ടും, വീര്യത്തിന് ഒട്ടും തന്നെ കുറവ് വരുത്തില്ല, ഞാൻ എൻ്റെ സമാധി പ്രതിഷ്ഠിതമാക്കും, ശരീരത്തെ പ്രശാന്തമാക്കും, എൻ്റെ മനസ്സിനെ സമാധിയിൽ നിലനിർത്തും. ഇനി എൻ്റെ മേൽ മുഷ്ടികളോ കല്ലുകളോ വടികളോ അല്ലെങ്കിൽ വാളുകളോ കൊണ്ട് ആക്രമിച്ചോട്ടെ, സന്തോഷത്തോടെ ഞാൻ അതെല്ലാം സഹിക്കും. ഇങ്ങനെയാണ് ബുദ്ധൻ്റെ അനുശാസനത്തെ നമ്മൾ പിന്തുടരേണ്ടത്. ഇപ്രകാരം ആ ഭിക്ഷു ബുദ്ധനെ, ധർമ്മത്തെ, സംഘത്തെ സ്മരിക്കുന്ന സമയത്ത് ഒരുപക്ഷേ കുശല സംബന്ധമായിട്ടുള്ള ഉപേക്ഷ അല്ലെങ്കിൽ സമത ആ ഭിക്ഷുവിൽ വന്നില്ല എന്ന് വരും. സമത എന്നത് കുശലധർമ്മമാണ്, അവിടെ രാഗദ്വേഷ മോഹങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് കുശലധർമ്മമായിട്ടുള്ള സമത എന്ന് പറയുന്നത്. ആ ഉപേക്ഷ അല്ലെങ്കിൽ സമത അവനിൽ സ്ഥിരമായിട്ട് നിന്നില്ല എന്ന് വരാം. ആ സമയത്ത് ഭിക്ഷു തൻ്റെ ഉള്ളിൽ സംവേഗം ഉണർത്തണം. സംവേഗം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചെയ്തു തീർക്കേണ്ട കാര്യം എന്ന അർത്ഥം, അർജൻറ്റായിട്ടുള്ള കാര്യം. എനിക്കിത് നഷ്ടമായി, എനിക്ക് ഭാഗ്യമില്ല. എന്തെന്നാൽ ബുദ്ധനെ ഓർക്കുന്ന സമയത്ത്, ധർമ്മത്തെ ഓർക്കുന്ന സമയത്ത്, സംഘത്തെ ഈ പ്രകാരം ഓർക്കുന്ന സമയത്ത് കുശലകരമായിട്ടുള്ള ആ ഉപേക്ഷ അല്ലെങ്കിൽ സമത എന്നിൽ പ്രതിഷ്ഠിതമായില്ല. അത് ഒരു മരുമകളെ പോലെയാണ്. ഭർത്താവിൻ്റെ അച്ഛനെ കാണുന്ന സമയത്ത് അവൾക്ക് സങ്കോചം ഉണ്ടാകും. അതുപോലെ തന്നെ ബുദ്ധനെ, ധർമ്മത്തെ, സംഘത്തെ ഓർക്കുന്ന സമയത്ത് എനിക്ക് കുശലകരമായിട്ടുള്ള ആ ഉപേക്ഷ എന്നിൽ പ്രതിഷ്ഠിതമായില്ല. എന്നാൽ ഈ തരത്തിൽ ബുദ്ധനെ, ധർമ്മത്തെ, സംഘത്തെ സ്മരിക്കുന്ന സമയത്ത് കുശലത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ സമത ആ വ്യക്തിയിൽ പ്രതിഷ്ഠിതമായേക്കാം. അപ്പോൾ അവർ അതിൽ സന്തോഷിക്കും. ഇപ്പോൾ ആ ഭിക്ഷു വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഭിക്ഷു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഭിക്ഷു ഒരുപാട് കാര്യങ്ങൾ നിർവ്വാണത്തിന് വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇതേ കാര്യങ്ങൾ ബാക്കിയുള്ള ധാതുക്കളിലും ആവർത്തിക്കും. അതിനാൽ ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. മിത്രങ്ങളെ, എന്താണ് ആപോധാതു അല്ലെങ്കിൽ ജലധാതു? ജലധാതു ഉള്ളിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ളതായിരിക്കാം. ഉള്ളിലുള്ള ആപോധാതു അല്ലെങ്കിൽ ജലധാതു എന്താണ്? ഏതൊന്ന് ജലം പോലെയാണോ, അതുപോലെ ഒഴുകുന്നതാണോ, അതുപോലെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഏതൊന്ന് ഒഴുകുന്നോ, ജലമയമാണോ, അതെല്ലാം ആപോധാതുവാണ്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ പിത്തം, കഫം, പഴുപ്പ്, രക്തം, വിയർപ്പ്, കൊഴുപ്പ്, കണ്ണുനീർ, വസ, ഉമിനീര്, മൂക്കട്ട, പ്ലാസ്മ, മൂത്രം, അങ്ങനെ ഏതൊന്ന് ജലമാണോ, ജലത്തെപ്പോലെ ഒഴുകുന്നതാണോ, അങ്ങനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളതെല്ലാം തന്നെ ആപോധാതു അല്ലെങ്കിൽ ജലധാതുവാണ്.
ഇതാണ് അകത്തുള്ള ജലധാതു. അകത്തുള്ള ജലധാതുവും പുറത്തുള്ള ജലധാതുവും ജലധാതു തന്നെയാണ്. ഇതിനെ പ്രജ്ഞയാൽ ഇപ്രകാരം തന്നെ മനസ്സിലാക്കണം. അതായത് ധ്യാനിച്ച് ഇപ്രകാരം മനസ്സിലാക്കണം: ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് ഞാനല്ല. ഇതേപോലെ പ്രജ്ഞയാൽ നിങ്ങൾ ഇതിനെ ഇതേ രീതിയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ജലധാതുവിനോടുള്ള ആസക്തി ഇല്ലാതാകുന്നു. അപ്പോൾ ആ ജലധാതുവിനോട് നിങ്ങളുടെ മനസ്സിൽ രാഗം ഇല്ലാതാകുന്നു. ഭിക്ഷുക്കളെ, ഒരു സമയം വരും പുറത്തുള്ള ആ ജലധാതു കുപിതമാകും. അതായത് പ്രളയം വരും എന്നാണ് പറയുന്നത്. ഇത് ഗ്രാമങ്ങളെയും ജില്ലകളെയും പട്ടണങ്ങളെയും രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും എല്ലാം തന്നെ തുടച്ചു നീക്കും. ഇവിടെ പറയുന്നത് മഹാപ്രളയത്തെക്കുറിച്ചിട്ടാണ്. അതായത് ധാരാളം മഴ പെയ്ത് എല്ലാം നിറഞ്ഞു കവിഞ്ഞ് പോകുന്ന അവസ്ഥ, അതായത് ജലം വർദ്ധിക്കുന്ന അവസ്ഥ. ഇനി അതേപോലെ തന്നെ ജലം ഇല്ലാതാകുന്ന അവസ്ഥയും പറയുന്നു. ഭിക്ഷുക്കളെ, ഇങ്ങനെയും ഒരു സമയം വരും. സമുദ്രത്തിൻ്റെ ജലനിരപ്പ് 100 യോജന വരെ താഴ്ന്നു പോകും. 200, 300, 400, 500, 600, 700 യോജന വരെ താഴ്ന്നു പോകും. അങ്ങനെയൊരു സമയം വരും സമുദ്രത്തിലെ ജലനിരപ്പ് 7 പനപ്പൊക്കം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ 6 പനപ്പൊക്കം, 5 പനപ്പൊക്കം, 4 പനപ്പൊക്കം, 3 പനപ്പൊക്കം, 2 പനപ്പൊക്കം, അല്ലെങ്കിൽ ഒരു പനയുടെ പൊക്കം മാത്രം വെള്ളമേ സമുദ്രത്തിൽ ഉണ്ടാകുകയുള്ളൂ. പലർക്കും ഇത് അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം, അതായത് സമുദ്രത്തിൽ ജലം വറ്റും എന്നുള്ളത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളുടെ ഗാലക്സിയെക്കുറിച്ചിട്ട്. അതിൽ ശാസ്ത്രജ്ഞന്മാർ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് പരിശോധിച്ച സമയത്ത് അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കി: ഈ ഗാലക്സിയിലുള്ള എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒന്നിൽ നിന്ന് ഒന്ന് അകന്നു പോവുകയാണ്. അതായത് എക്സ്പാൻഷൻ ചെയ്യുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. അതായത് നമ്മൾ കുറച്ച് ബ്രെഡിനുള്ള മാവ് ചൂടുള്ള ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ അത് വികസിക്കും. അതിലെ എല്ലാ കണങ്ങളും ഒന്നിനൊന്നിൽ നിന്ന് അകന്നു പോകും. ഈ കാര്യം ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമ്മളുടെ ഗാലക്സി വികസനത്തിൻ്റെ അല്ലെങ്കിൽ വികാസത്തിൻ്റെ പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചില ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഇപ്പോൾ തന്നെ പറയുന്നു, വികസനം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സങ്കോചനവും ഉണ്ടാകും. അത് വളരെ സമയത്തിന് ശേഷമായിരിക്കും. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു പരിധിവരെ ഇത് മറികടക്കാൻ നോക്കും. പക്ഷേ അവസാനം അതിനെ വീണ്ടും എല്ലാം കൂടി ഒരുമിച്ച് അത് ചുരുങ്ങും. അതിനെയാണ് ഭഗവാൻ ബുദ്ധൻ പാലിയിൽ സംവിട്ട കപ്പോ വിവട്ട കപ്പോ എന്ന് പറയുന്നത്. അതായത് ഈ ഗാലക്സി എന്ന് പറയുന്നത് വികസിക്കുന്നു, സങ്കോചിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 2500 വർഷങ്ങൾക്ക് മുൻപ് യാതൊരു ഉപകരണവുമില്ലാതെ ബുദ്ധൻ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഗാലക്സി. ഇത് വികസിക്കുന്നു, സങ്കോചിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സങ്കോചിക്കുന്ന സമയത്ത് എന്ത് പറ്റും? സങ്കോചം നടക്കുന്ന സമയത്ത് ഈ സൂര്യൻ ഭൂമിയോട് അടുത്ത് വരും. അതുപോലെ ഓരോന്നായിട്ട് 7 സൂര്യന്മാർ അടുത്ത് വരും എന്നാണ് ബുദ്ധൻ മറ്റൊരു സൂത്രത്തിൽ പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും? ഭൂമിയിലെ ജലാംശം മുഴുവൻ വറ്റും, സമുദ്രങ്ങൾ വറ്റും. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരുപാട് സമയങ്ങളെടുക്കും. പക്ഷേ ബുദ്ധൻ തൻ്റെ ബോധി നേത്രത്താൽ സർവജ്ഞനായതിനാൽ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു. അതിനുശേഷം അങ്ങനെയും ഒരു സമയം വരും, സമുദ്രത്തിലെ വെള്ളം വെറും 7 ഫാദം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു ഫാദം എന്ന് പറയുന്നത് ഏകദേശം 6 അടിയാണ്. അല്ലെങ്കിൽ 6, 5, 4, 3, 2, ഒരു ഫാദം മാത്രം ആഴത്തിലെ സമുദ്രത്തിൽ വെള്ളമുണ്ടാകുകയുള്ളൂ. അതിനുശേഷം അങ്ങനെയും ഒരു സമയം വരും, ഈ സമുദ്രത്തിലെ ജലം വെറും 1/2 ഫാദം ആഴത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഇടുപ്പിൻ്റെ അത്ര വെള്ളം, അല്ലെങ്കിൽ മുട്ടിൻ്റെ അത്ര വെള്ളം, അല്ലെങ്കിൽ നമ്മളുടെ കാൽപാദങ്ങളുടെ അത്ര വെള്ളം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയും ഒരു സമയം വരും, സമുദ്രത്തിലെ വെള്ളം നിങ്ങളുടെ വിരലുകളെ പോലും നനയ്ക്കാൻ ഉണ്ടാകില്ല. അതായത് അത്ര വെള്ളം പോലും ഉണ്ടാകില്ല എന്നർത്ഥം. അപ്പോൾ ഒരുപാട് സമയത്തിന് ശേഷം ഈ ജലധാതുവും അനിത്യമാണ്, നഷ്ടമാകും, അപ്രത്യക്ഷമാകും, ഇല്ലാതാകും എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പുറത്തുള്ള ഭൂമിയിലെ ജലവും ഒരു പക്ഷേ പ്രളയമായിട്ട് വന്നേക്കാം, അതായത് വർദ്ധിക്കാം. അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ടും വറ്റി നഷ്ടമാകാം, ഇല്ലാതാകാം.
പിന്നെ എന്തിനാണ് നമ്മൾ നശ്വരമായിട്ടുള്ള ഈ ശരീരത്തിൽ ഇത്ര ആസക്തരാകുന്നത്? അതിനാൽ ഞാൻ ആകുന്നു, എൻ്റെ ആകുന്നു, ഞാനാണ് എന്ന് കരുതുന്നതിന് പകരം ഇതൊന്നും ഞാനല്ല എന്ന് ആ വ്യക്തി കരുതുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കുന്നു. ആൾക്കാർ അവരെ മുഷ്ടി കൊണ്ടും കല്ലുകൊണ്ടും വടികൊണ്ടും ശസ്ത്രങ്ങൾ കൊണ്ടും ആക്രമിക്കുന്നു. മനസ്സിലവർ ദ്വേഷം വയ്ക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ അവർ ബുദ്ധനെപ്പറ്റി, ധർമ്മത്തെപ്പറ്റി, സംഘത്തെപ്പറ്റി ഈ രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ കുശലമായിട്ടുള്ള ഉപേക്ഷ പ്രതിഷ്ഠിതമാകുന്നു. അതിനാൽ അവർ സന്തുഷ്ടരായിട്ട് തീരുന്നു. ഈ സമയത്ത് ഭിക്ഷു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾമാതിരി തന്നെയാണ്. ഒരുപാട് റിപ്പീറ്റേഷൻ ഉള്ളത് കണ്ട് ആവർത്തിക്കുന്നില്ല. ഭിക്ഷുക്കളെ, എന്താണ് തേജോധാതു അല്ലെങ്കിൽ അഗ്നിധാതു? തേജോധാതു അകത്തുള്ളതായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ളതായിരിക്കാം. ഉള്ളിലുള്ള തേജോധാതു അല്ലെങ്കിൽ അഗ്നിധാതു എന്താണ്? ഏതൊന്ന് പ്രകാശമാനമാണോ, ഏതൊന്ന് ചൂടുള്ളതാണോ, ഏതൊന്ന് അഗ്നിയാണോ, അത് നമ്മുടെ ഉള്ളിലുള്ളതാണെങ്കിൽ അത് തേജോധാതുവാണ്. ഏതൊന്ന് നമ്മൾക്ക് ഉഷ്ണം തരുന്നോ, ഏതൊന്ന് നമ്മളെ വാർദ്ധക്യം നമ്മൾക്ക് തരുന്നോ, നിങ്ങൾക്ക് തണുക്കുന്ന സമയത്ത് ഏതൊന്ന് ചൂട് പകരുന്നുവോ, നിങ്ങൾ കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള ആഹാരത്തെ ഏതൊന്ന് ശരിയായിട്ട് ദഹിപ്പിക്കുന്നുവോ, അല്ലെങ്കിൽ ഏതൊരു അഗ്നിയുണ്ടോ, ചൂടുണ്ടോ, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളതെല്ലാം തന്നെ ഉള്ളിലുള്ള തേജോധാതു എന്ന് പറയും. അജത്തിക തേജോധാതു. ഇതിനെ പ്രജ്ഞയാൽ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് ഞാനല്ല. ഇങ്ങനെ നിങ്ങൾ പ്രജ്ഞയാൽ ഇതിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തേജോധാതുവിനോടുള്ള ആസക്തി നിങ്ങൾക്ക് ഇല്ലാതാകുന്നു. ആസക്തി ഇല്ലാതാകുന്ന സമയത്ത് നിങ്ങളുടെ ചിത്തത്തിൽ അതിനോടുള്ള രാഗം ഇല്ലാതാകുന്നു. ഇങ്ങനെയും ഒരു സമയം വരും, പുറത്തുള്ള തേജോധാതു കുപിതമാകും. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഈ ഗാലക്സീസ് അത് സങ്കോചിക്കുന്ന സമയത്ത് സൂര്യൻ ഭൂമിക്ക് വളരെ അടുത്ത് വരും. ആ വരുന്ന സമയത്ത് ജലമെല്ലാം വറ്റിയതിന് ശേഷം എല്ലാം തന്നെ അഗ്നിക്ക് ഇരയാകും. ആ അഗ്നിധാതു ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ജില്ലകളെയും രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കും. അഗ്നിക്കിരയാകാൻ ഇല്ലാത്ത സ്ഥലങ്ങൾ വരെ അത് കത്തിക്കൊണ്ടേയിരിക്കും. ഇത് അഗ്നി കുപിതമാകുന്ന അവസ്ഥ. ഇനി അഗ്നി ഇല്ലാതാകുന്ന ഒരു അവസ്ഥ. അങ്ങനെയും ഒരു സമയം വരും, ആൾക്കാർ അഗ്നിയെ തിരഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. കോഴിയുടെ ഒരു തൂവൽ അല്ലെങ്കിൽ ഒരു സ്നായു എടുത്ത് അവർ അതിനെ തീ കത്തിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഈ തേജോധാതു അത് അനിത്യമാണ്, ഇല്ലാതാകുന്നതാണ്, അപ്രത്യക്ഷമാകുന്നതാണ്, നശിക്കുന്നതാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ ഈ നശ്വരമായിട്ടുള്ള ശരീരത്തിനെ പറ്റി എന്തു പറയാനാണ്? ഇതിൽ തൃഷ്ണ വയ്ക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഞാനാണ്, എൻ്റെയാണ്, എന്നിലാണ് എന്ന് പറയുന്നതിന് പകരം ഇതൊന്നും തന്നെ ഞാനല്ല, എൻ്റെയല്ല എന്ന് അവർ പറയുന്നു. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ ഭിക്ഷു ബുദ്ധനെ, ധർമ്മത്തെ, സംഘത്തെ അവർ ആലോചിക്കുന്ന സമയത്ത് കുശലധർമ്മത്തെ ആശ്രയിച്ചിട്ടുള്ള ആ ഉപേക്ഷ അവരിൽ പ്രതിഷ്ഠിതമാകുന്നു. അതിനാൽ അവർ സന്തുഷ്ടരാകുന്നു. ഇതിനു മുൻപുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ സമയത്ത് ആ ഭിക്ഷു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് മുക്തി വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഭിക്ഷുക്കളെ, എന്താണ് ഈ വായോധാതു അല്ലെങ്കിൽ വായുധാതു? ഈ വായുധാതു അകത്തുള്ളതായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ളതായിരിക്കാം. അകത്തുള്ള വായുധാതു എന്താണ്? ഏതൊന്ന് വായുവാണോ, കാറ്റുപോലെയുള്ളതാണോ, ഉള്ളിലുള്ള അതെല്ലാം വായുധാതുവാണ്. നമ്മുടെ ഉള്ളിൽ മുകളിലേക്കും താഴേക്കും പോകുന്ന വായു, ആയുർവേദത്തിൽ തന്നെ ഉദാനൻ, അപാനൻ എന്നെല്ലാം പറയും. വയറ്റിലും അതേപോലെ തന്നെ കുടലുകളിലും ഉള്ള വായു, കാലുകളിലൂടെ പോകുന്ന വായു, മൂക്കിൽ കൂടി അകത്തേക്കും പുറത്തേക്കും വിടുന്ന വായു. അതുപോലെ ഏതൊന്ന് കാറ്റാണോ, നമ്മുടെ ഉള്ളിലുള്ളതാണോ, അതെല്ലാം വായുധാതുവാണ്. ഇതാണ് ഉള്ളിലുള്ള വായുധാതു.
ഉള്ളിലുള്ള വായുധാതുവും പുറത്തുള്ള വായുധാതുവും വായുധാതു തന്നെയാണ്, ഒരേ വായുധാതു തന്നെയാണ്. ഇതിനെ പ്രജ്ഞയാൽ ശരിയായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കണം: ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് ഞാനല്ല. ഇവിടെ പ്രജ്ഞയോട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധ്യാനിച്ച് ഇതിനെ മനസ്സിലാക്കണം. അതായത് ഇത് അനിത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ദുഃഖമാണ്, അത് അനാത്മകമാണ്, ഞാനല്ല, എൻ്റെയല്ല എന്ന് മനസ്സിലാകും. ഇത് ഈ സൂത്രങ്ങൾ കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ മനസ്സിലാകില്ല, ധ്യാനിച്ചതുകൊണ്ട് മാത്രമാണ് മനസ്സിലാകുക. ഇതിന് ഒരു ധ്യാനം തന്നെ ഉണ്ട്. അതിന് എലമെൻറ്റ് മെഡിറ്റേഷൻ എന്ന് പറയും. ഈ 4 ധാതുക്കളിലും ധ്യാനം ചെയ്യുന്ന ഒരു രീതി. ഇങ്ങനെ നിങ്ങൾ പ്രജ്ഞയാൽ ഈ കാര്യങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾ ആ വായുധാതുവിൽ ആസക്തരാകുന്നില്ല. ആസക്തരാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചിത്തത്തിൽ നിന്ന് അതിനോടുള്ള രാഗവും ഇല്ലാതാകുന്നു. അങ്ങനെയും ഭാവിയിലൊരു സമയം വരും, പുറത്തുള്ള വായുധാതു കുപിതമാകും. ആ കുപിതമായിട്ടുള്ള വായു ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പട്ടണങ്ങളെയും രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഇല്ലാതാക്കും. ഇവിടെ കൊടുങ്കാറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രളയം 3 രീതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു: കാറ്റുകൊണ്ട്, അഗ്നി കൊണ്ട്, ജലം കൊണ്ട്. ഇവിടെ കാറ്റുകൊണ്ടുള്ള പ്രളയത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ഭാവിയിലുണ്ടാകും എന്നാണ് ബുദ്ധൻ പ്രവചിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലം വായു ഇല്ലാതാകുന്ന അവസ്ഥയും വരും. അങ്ങനെയും ഒരു സമയം വരും. വേനൽക്കാലത്ത് അവസാന മാസത്തിൽ പനയുടെ ഇല കൊണ്ടുണ്ടാക്കിയ കാറ്റാടിയെ പറപ്പിക്കാനുള്ള കാറ്റ് പോലും ഉണ്ടാകില്ല. മേൽക്കൂരയിലെ ഉണങ്ങിയ ഒരു പുല്ലിനെ ചലിപ്പിക്കാനുള്ള കാറ്റ് പോലും ഉണ്ടാകുകയില്ല. അതായത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കാറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ദീർഘസമയം കഴിയുന്ന സമയത്ത് ഈ വായുധാതുവും അനിത്യമാണ്, നശ്വരമാണ്, നശിക്കുന്നതാണ്, നഷ്ടമാകുന്നതാണ് എന്ന് മനസ്സിലാകും. പിന്നെ ഈ നശ്വരമായിട്ടുള്ള ശരീരത്തിൽ എന്തിനാണ് നമ്മൾ ആസക്തി വയ്ക്കുന്നത്? എൻ്റെയാണ്, ഞാനാണ്, എന്നിലാണ് എന്ന് കരുതുന്നവരും ഇതൊന്നും തൻ്റെയല്ല എന്ന് അവർ കരുതുന്നു. മറ്റുള്ളവർ ആ ഭിക്ഷുവിനെ ചീത്ത പറയുകയാണ്, ആക്രമിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, കഷ്ടം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭിക്ഷുക്കൾ ഇങ്ങനെ കരുതുന്നു: കാതിൽ സ്പർശം മൂലമാണ് ഈ ദുഃഖകരമായിട്ടുള്ള സംവേദന എന്നിൽ ഉണ്ടായിട്ടുള്ളത്. അത് ആശ്രിതമാണ്, പഠിച്ച. ആശ്രിതം അല്ലാത്തതല്ല, നോ അപിടിച്ച. ഏതിലാണ് ആശ്രയമായിട്ടുള്ളത്? സ്പർശത്തിലാണ് ആശ്രയിച്ചിട്ടുള്ളത്. അവർ സ്പർശം, വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഇതെല്ലാം അനിത്യമാണ് എന്ന് അവർ കാണുന്നു. അതിനാൽ ആ ധാതുവിൽ നിന്ന് മാത്രം അവരുടെ മനസ്സ് സ്ഥിരമാകുന്നു, ഉറയ്ക്കുന്നു, കാര്യം അവർക്ക് മനസ്സിലാകുന്നു. ആ ഭിക്ഷുവിനെ മറ്റുള്ളവർ ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. ഈ ഭിക്ഷുവിനെ വെറുക്കുന്നു, അതേപോലെ ഭിക്ഷുവിനെ നിന്ദിക്കുന്നു. ആ ഭിക്ഷുക്കളെ മുഷ്ടികൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും വടികൾ കൊണ്ടും വാളുകൾ കൊണ്ടും അവർ ആക്രമിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷുക്കൾ ഇങ്ങനെ കരുതുന്നു: ഈ ശരീരം അങ്ങനെയുള്ളതാണ്, ഇതിൽ മുഷ്ടി കൊണ്ട്, കല്ലുകൊണ്ട്, വടികൊണ്ട്, വാളുകൊണ്ടുള്ള ആക്രമണം ഈ ശരീരത്തിന് ഉണ്ടാകും. എന്നാൽ ബുദ്ധൻ അരിവാളിൻ്റെ അല്ലെങ്കിൽ അറക്കവാളിൻ്റെ ഉപമ കൊണ്ട്, കാകചുപമ എന്ന ഉപദേശത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നീചരായിട്ടുള്ള കൊള്ളക്കാർ നിങ്ങളുടെ 2 കാലിനെയും അറക്കവാൾ കൊണ്ട് വെട്ടിക്കളയുകയാണെങ്കിൽ പോലും അതുമൂലം നിങ്ങൾക്ക് അവരോട് അല്പമെങ്കിലും ദ്വേഷം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ ഉപദേശത്തെയല്ല നിങ്ങൾ പിന്തുടരുന്നത്. അതായത് നിങ്ങളുടെ കാല് ഈ രീതിയിൽ വെട്ടിമുറിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആ വെട്ടിമുറിക്കുന്നവരെ പറ്റി അല്പം പോലും മനസ്സിൽ ദ്വേഷമുണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഉപദേശമല്ല നിങ്ങൾ പിന്തുടരുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. എൻ്റെ വീര്യം ഞാൻ കൂട്ടുന്നു, അത് ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ല. എൻ്റെ സതി വളരെ പ്രതിഷ്ഠിതമാണ്. എൻ്റെ ശരീരം പ്രശാന്തമാണ്, ഒട്ടും തന്നെ അതിൽ പ്രയാസമില്ല. എൻ്റെ മനസ്സ് സമാധിയിൽ പ്രതിഷ്ഠിതമാണ്. ഇനി മുഷ്ടികൾ കൊണ്ടോ കല്ലുകൾ കൊണ്ടോ വടി കൊണ്ടോ വാളുകൊണ്ടോ
ആര് വേണമെങ്കിലും എൻ്റെ ശരീരത്തിനെ ആക്രമിച്ചോട്ടെ, ഞാൻ സന്തോഷത്തോടു കൂടിയിരിക്കും. അങ്ങനെയാണ് ഭഗവാന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ പിന്തുടരേണ്ടത്. ഇപ്രകാരം ബുദ്ധനെപ്പറ്റി, ധർമ്മത്തെപ്പറ്റി, സംഘത്തെപ്പറ്റി ഈ രീതിയിൽ ഓർക്കുന്ന സമയത്ത് കുശലകരമായിട്ടുള്ള ഉപേക്ഷ അല്ലെങ്കിൽ സമത അവരിൽ പ്രതിഷ്ഠിതമായില്ല എന്ന് വരും. ആ സമയത്ത് അവർ അവരുടെ മനസ്സിൽ ഒരു സംവേഗം ഉണർത്തണം. സംവേഗം എന്നത് വളരെ അർജൻറ്റായിട്ടുള്ള ഒരു കാര്യത്തെയാണ് സംവേഗം എന്ന് പറയുന്നത്. ഇത് എൻ്റെ നഷ്ടമാണ്, ഇത് എൻ്റെ നിർഭാഗ്യമാണ്. എന്തെന്നാൽ ബുദ്ധനെ, ധർമ്മത്തെ, സംഘത്തെ ഈ രീതിയിൽ ഓർമ്മിച്ചപ്പോൾ കുശലകരമായിട്ടുള്ള ഉപേക്ഷ എൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിതമായില്ല. ഭർത്താവിൻ്റെ അച്ഛനെ കണ്ട ഒരു മരുമകളുടെ ഉള്ളിലുള്ള ഉത്കണ്ഠയെപ്പോലെയാണ് ഈ സംവേഗം. എന്നാൽ ബുദ്ധനെ, ധർമ്മത്തെ, സംഘത്തെ ഈ രീതിയിൽ ഓർക്കുന്ന സമയത്ത് കുശലകരമായിട്ടുള്ള സമത അല്ലെങ്കിൽ ഉപേക്ഷ അവരുടെ ഉള്ളിൽ പ്രതിഷ്ഠിതമായി കഴിഞ്ഞാൽ അതുമൂലം അവർ സന്തോഷവാന്മാരായിട്ട് തീരുന്നു. ഈ സമയത്ത് ആ ഭിക്ഷു വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആകാശത്തെ നമ്മൾ വടികൾ കൊണ്ടും വള്ളികൾ കൊണ്ടും പുല്ലുകൾ കൊണ്ടും മണ്ണുകൊണ്ടും നമ്മൾ ആകാശത്തെ മറയ്ക്കുകയാണെങ്കിൽ അതിനെ ഒരു വീട് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ആകാശത്തെ അസ്ഥികൾ കൊണ്ടും സ്നായുക്കൾ കൊണ്ടും മാംസം കൊണ്ടും തൊലി കൊണ്ടും മറയ്ക്കുന്ന സമയത്ത് ഇതിനെ രൂപം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ശരീരം എന്ന് വിളിക്കുന്നു. ഭിക്ഷുക്കളെ, നമ്മുടെ ഉള്ളിലെ കണ്ണുകൾ വളരെ കാര്യക്ഷമമായിരിക്കാം. എന്നാൽ പുറത്ത് രൂപങ്ങൾ ഇല്ലെങ്കിൽ കണ്ണും രൂപവുമായിട്ട് സ്പർശമുണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ അതിനനുസൃതമായിട്ടുള്ള വിജ്ഞാനം അവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ പറയുന്നത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും പറ്റിയിട്ടാണ്. അതായത് ഇന്ദ്രിയങ്ങൾ കാര്യക്ഷമമാണ്, പക്ഷേ പുറത്ത് അതിൻ്റെ വിഷയമില്ലെങ്കിൽ അതിനെ അവിടെ സ്പർശിക്കില്ല. സ്പർശിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വേദന ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഉള്ളിലുള്ള കണ്ണ് വളരെ കാര്യക്ഷമമാണ്. പുറത്ത് നമ്മൾക്ക് കാണാവുന്ന അകലത്തിൽ രൂപവുമുണ്ട്. എന്നാൽ സ്പർശം ഉണ്ടാകാത്തതിനാൽ അതിനനുസരിച്ചുള്ള വിജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയില്ല. ഉദാഹരണമായിട്ട് നമ്മൾ ഇരുട്ടാണെന്ന് കരുതുക. നമ്മൾക്ക് കണ്ണുണ്ട്, പുറത്ത് രൂപമുണ്ട്, പക്ഷേ വെളിച്ചമില്ലാത്തതിനാൽ സ്പർശമുണ്ടാകുന്നില്ല. സ്പർശം ഉണ്ടാകാത്തതിനാൽ അതിനെ കണ്ടു എന്ന ആ ജ്ഞാനം അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള കണ്ണ് വളരെ കാര്യക്ഷമമാണ്. നമ്മൾക്ക് കാണാവുന്ന അകലത്തിൽ രൂപവുമുണ്ട്. ഇത് രണ്ടും കൂടി സ്പർശമുണ്ടായി. അപ്പോൾ അതിനനുസരിച്ചുള്ള വിജ്ഞാനം അവിടെ ഉണ്ടാകുന്നു, അറിവ് അവിടെ ഉണ്ടാകുന്നു. ഇത് എല്ലാ ഇന്ദ്രിയങ്ങളെയും സംബന്ധിച്ചും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ തരത്തിലുണ്ടാകുന്ന രൂപം നമ്മുടെ രൂപസ്കന്ധത്തിലാണ് ഉണ്ടാകുന്നത്. അതായത് രൂപസ്കന്ധത്തിലെ ഉപാദാനം എന്ന് പറയുന്നത് ഈ രൂപമാണ്. അതിലാണ് ആസക്തനാകുന്നത്. വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം, ഇതിലെല്ലാം അതാത് സ്കന്ധങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ഗ്രാസ്പിംഗ് അല്ലെങ്കിൽ ആസക്തിയുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിക്കുക, സംവേദന. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ള തൃഷ്ണയുണ്ടാകും. ഇഷ്ടമാണെങ്കിൽ അത് എൻ്റെയാണ് എന്ന് പറയുന്ന രാഗമുണ്ടാകും. ഇതിനെയാണ് ഇവിടെ ഉപാദാനം അല്ലെങ്കിൽ ആസക്തി എന്ന് പറയുന്നത്. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇങ്ങനെയാണ് ഈ 5 സ്കന്ധങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, അന്യോന്യം ആശ്രയിച്ച് നിൽക്കുന്നത്. എന്നാൽ ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യോ പഠിച്ച സമുത്പാദം പശ്യതി സോ ധമ്മം പശ്യതി. ഏതൊരു വ്യക്തികൾ ഈ പഠിച്ച സമുത്പാദത്തെ കാണുന്നുവോ അവർ ധർമ്മത്തെ കാണുന്നു. യോ ധമ്മം പശ്യതി സോ പഠിച്ച സമുത്പാദം പശ്യതി. ഏതൊരു വ്യക്തികൾ ധർമ്മത്തെ കാണുന്നുവോ അവർ പഠിച്ച സമുത്പാദത്തെ കാണുന്നു. ഇവിടെ പഠിച്ച സമുത്പാദം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ എന്ന് പറയുന്നത്. അവിദ്യാപച്ചയ സംഖാര, സംഖാരപച്ചയ വിജ്ഞാനം, വിജ്ഞാനപച്ചയ നാമരൂപം, അങ്ങനെ 12 കണ്ണികളുണ്ട്. അപ്പോൾ അവിദ്യയെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിദ്യ മൂലമാണ് സംസ്കാരമുണ്ടാകുന്നത്. സംസ്കാരത്തെ ആശ്രയിച്ചിട്ടാണ് വിജ്ഞാനമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ പഠിച്ച സമുത്പാദം എന്ന് പറയുന്നത്. അതിനാൽ ഈ 5 ഉപാദാന സ്കന്ധങ്ങളും പഠിച്ച സമുത്പാദമാണ്.
ഈ 5 ഉപാദാന സ്കന്ധങ്ങളോടുമുള്ള ആഗ്രഹം, ആസക്തി, അഭിനിവേശം, അതിനോടുള്ള കൂടിച്ചേരൽ, ഇത് തന്നെയാണ് ദുഃഖസമുദയം, ദുഃഖത്തിൻ്റെ തുടക്കം. ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ ഉപേക്ഷിക്കൽ, ഇതിനോട് ആഗ്രഹം ഇല്ലായ്മ, ഇതിനോടുള്ള ആസക്തി ഇല്ലായ്മ, ഇത് തന്നെയാണ് ദുഃഖനിരോധം. ഇപ്പോൾ ആ ഭിക്ഷു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഭിക്ഷു നിർവ്വാണത്തിന് അടുത്തെത്തുന്നു എന്നാണ് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണിൻ്റെ രൂപത്തിൻ്റെ സ്പർശമുണ്ടായിക്കഴിഞ്ഞാൽ വേദന ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന അതേ ഭാഗം തന്നെ ഇനിയുള്ള ഇന്ദ്രിയങ്ങളിലെല്ലാം റിപ്പീറ്റേഷനുണ്ട്, ആവർത്തനമുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള ചെവി, അതേപോലെ തന്നെ ശബ്ദം, നമ്മൾക്കുള്ള മൂക്ക്, അതേപോലെ തന്നെ ഗന്ധം, നമ്മൾക്കുള്ള നാവ്, അതേപോലെ തന്നെ രസം, നമ്മൾക്കുള്ള ശരീരം, അതേപോലെ തന്നെ സ്പർശം, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ മനസ്സ്, അത് കാര്യക്ഷമമാണെങ്കിൽ, എന്നാൽ പുറത്തുള്ള ധർമ്മം അതിൻ്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അവിടെ സ്പർശമുണ്ടാകുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വിജ്ഞാനം അവിടെ ഉണ്ടാകുന്നില്ല. ഇനി മനസ്സ് അവിടെ കാര്യക്ഷമമാണ്, പുറത്തുള്ള ധർമ്മവും ഉണ്ട്, എന്നാൽ രണ്ടും കൂടി സ്പർശമുണ്ടാകുന്നില്ല. അത് കാരണം അതുമൂലമുണ്ടാകുന്ന വിജ്ഞാനമുണ്ടാകുന്നില്ല. എന്നാൽ ഉള്ളിലുള്ള മനസ്സ് കാര്യക്ഷമമാണ്, പുറത്തുള്ള ധർമ്മവുമുണ്ട്, രണ്ടും കൂടി സ്പർശമുണ്ടാകുന്നു. സ്പർശമുണ്ടാകുന്ന സമയത്താണ് അവിടെ അതിനനുസരിച്ചുള്ള വിജ്ഞാനമുണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്നത് മനോവിജ്ഞാനമാണ്. അതേപോലെ തന്നെ കണ്ണും രൂപവുമായിട്ട് സ്പർശിക്കുന്ന സമയത്ത് ചക്കുവിജ്ഞാനം, മൂക്കും ഗന്ധവും തമ്മിൽ സ്പർശിക്കുന്ന സമയത്ത് ഘാണവിജ്ഞാനം, അങ്ങനെ ഓരോന്നിനും വേറെ വേറെ വിജ്ഞാനമുണ്ടാകും. ഇങ്ങനെയുണ്ടാകുന്ന രൂപം രൂപസ്കന്ധത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആസക്തി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ വേദന, സംഖ്യ, വിജ്ഞാനം, സംസ്കാരം, ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആ ഓരോ സ്കന്ധങ്ങളിലും ഗ്രാസ്പിംഗ് അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകുന്നു, തൻ്റേതാണ് എന്ന് കരുതുന്നു. അപ്പോൾ അവർക്ക് ഈ കാര്യം മനസ്സിലാകുന്നു. ഇങ്ങനെയാണ് ഈ 5 ഉപാദാന സ്കന്ധങ്ങളും കൂടിച്ചേർന്നിട്ടുള്ളത്, അവ ഒരുമിച്ചിട്ട് വന്നിട്ടുള്ളത്, അവ ഉണ്ടാകുന്നത്. എന്നാൽ ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ജോ പഠിച്ച സമുത്പാദം പശ്യതി സ്വധമ്മം പശ്യതി. ഏതൊരു വ്യക്തി ഈ പഠിച്ച സമുത്പാദത്തെ കാണുന്നുവോ അവൻ ധർമ്മത്തെ കാണുന്നു. യോ ധമ്മം പശ്യതി സ്വ പഠിച്ച സമുത്പാദം പശ്യതി. ഏതൊരു വ്യക്തി ധർമ്മത്തെ കാണുന്നുവോ അവൻ പഠിച്ച സമുത്പാദത്തെ കാണുന്നു. ഈ 5 പഞ്ചോപാദാന സ്കന്ധവും പഠിച്ച സമുപ്പന്നമാണ്, അതായത് ആശ്രിതമാണ്, ഒന്നൊന്നിനോട് ആശ്രിതമാണ്. ഈ 5 ഉപാദാന സ്കന്ധങ്ങളോടുള്ള ആഗ്രഹം, ആസക്തി, ഒട്ടിപ്പിടിക്കൽ, ഇത് തന്നെയാണ് ദുഃഖത്തിൻ്റെ സമുദയം. ഈ 5 ഉപാദാന സ്കന്ധങ്ങളോടുള്ള ആസക്തി, ആഗ്രഹം, ഇത് ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ദുഃഖനിരോധം. ഈ സമയത്ത് ആ ഭിക്ഷു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭിക്ഷു നിർവ്വാണത്തോട് അടുത്തെത്തി എന്ന അർത്ഥം. ഇതാണ് ആയുഷ്മാൻ സാരിപുത്രൻ പറഞ്ഞത്. ആ ഭിക്ഷുക്കൾ സാരിപുത്രൻ്റെ വാക്കുകളെ അഭിനന്ദിച്ചു. അവർ തൃപ്തരായി. മഹാഹത്തിപതോപമ സൂത്രം അവസാനിച്ചു. ഈ സൂത്രം അല്പം ഗഹനമായിട്ടുള്ള സൂത്രമാണ്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അർത്ഥത്തെ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.